പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങ് എനിക്ക് നൽകുന്ന അനുഭവ പാഠങ്ങളുടെ അന്തസത്തകള് മനസ്സിലാക്കാൻ ആത്മജ്ഞാനം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതിയുടെ ഹല്ലേലൂയ. എൻ്റെ മക്കളെ, ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾ കൈകൾ അവിടെ വെച്ച് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ ശാസിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കൈകൾ മാറ്റിക്കൊണ്ട് ശരീരത്തിൽ വിവിധ രോഗങ്ങളുള്ള ഇടങ്ങളിലേക്ക് സ്ഥലങ്ങൾ കൈകൾ മാറ്റിക്കൊണ്ട് ഇട്ടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിലെ ദൈവത്തിൻ്റെ ശക്തിയായ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ ലക്ഷക്കണക്കിന് ജപമാലയുടെ ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവദുരിതങ്ങൾ, നീ ദൈവപൈതരെ ഇന്ന് അനുഭവിക്കുന്ന എല്ലാവിധ ഭൗതികവും ആത്മീയവുമായ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ, രോഗങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെ അശ്വതി എന്നും പറഞ്ഞ് ഒരു മോളുടെ സാക്ഷ്യമുണ്ട്. അശ്വതിയുടെ സാക്ഷ്യം നമ്മളെ ശരിക്കും ഇപ്പം ഈ സാക്ഷ്യങ്ങൾക്കൊക്കെ ക്രിസ്ത്യനാണോ നോൺ ക്രിസ്ത്യനാണോ എന്ന് നമുക്ക് ആരാ ലീഡ് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ല. ആർക്കാണ് അതിൻ്റെ കൃപ കിട്ടണത് അവർ ലീഡ് ചെയ്തു പോകും. അശ്വതി ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം അശ്വതി ഇവിടെ കാല് കുത്തിയപ്പോൾ തന്നെ കൗണ്ടറിലിരുന്ന ആൾ അശ്വതി പറയും, നിങ്ങൾ UK പോകണല്ലേ? കൗണ്ടറിലിരിക്കുന്നവർ അത്ര സ്കിൽഫുള്ളല്ല, അത്രയ്ക്ക് കൗൺസിലിങ്ങിലേക്കുള്ള ആൾക്കാരല്ല. അവർ അതിൻ്റെ ഒരു സെക്രട്ടറിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ആ സെക്രട്ടറി വർക്ക് ചെയ്യുന്നവരെയും കർത്താവ് ഉപയോഗിക്കുകയാണ്. അശ്വതി വരുമ്പോൾ നിങ്ങൾ UK പോകണല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അശ്വതി പറയണത് ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്നാണ്. പക്ഷെ നമ്മൾ ചിന്തിച്ചില്ലെങ്കിലും ദൈവം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതാണ് വിഷയം. ചില സമയത്ത് നമുക്ക് തോന്നുവേ, എന്തൊരു രസമാണ് ഈ ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കണത് എന്ന്. ചില നമ്മൾ ചിന്തിച്ചിട്ടില്ല, പക്ഷെ നമ്മളെക്കുറിച്ച് ദൈവം ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങളെ ഇരിക്കുന്ന ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് ചിന്തയുണ്ട്. നിങ്ങൾക്കത് ശ്രദ്ധയോടുകൂടി ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് കേടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എല്ലാവരെക്കുറിച്ചും അവരെങ്ങനെ ജീവിക്കണം, എന്ത് ഭക്ഷിക്കണം, എല്ലാ കാര്യത്തെക്കുറിച്ചും ആരെ കല്യാണം കഴിക്കണം, എല്ലാ വിഷയത്തെക്കുറിച്ചും കർത്താവിന് തീരുമാനമുണ്ട്. എന്താ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷന് നിന്ന് കൊടുക്കത്തില്ല. നമ്മുടെ ഒരു രീതി അനുസരിച്ചുകൊണ്ട് ആധ്യാത്മികതയെ ആ രീതിയിലേക്ക് നമ്മൾ ഫ്രെയിം ചെയ്യാൻ നോക്കും. ഫ്രെയിമിങ് എ സ്പിരിച്വാലിറ്റി
അക്കോർഡിംഗ് ടു അവർ വിംസ് ആൻഡ് ഫാൻസീസ്. നമ്മളുടെ രീതി ശാസ്ത്രമനുസരിച്ചുകൊണ്ട് നമ്മളിതിനെ ചട്ടവൽക്കരിക്കും, ഒരു ചട്ടക്കൂടുണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ അനുഷ്ഠിച്ചെടുക്കും. അതാണ് ഒരു ആധ്യാത്മികതയുടെ സ്വാഭാവികമായ പരിമിതികളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഫ്രഷ് ഹാൻഡ്സ് ലീഡ് ചെയ്യണത് അവർക്ക് ചട്ടക്കൂടുകളില്ല. അതുകൊണ്ട് അവർ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ഐഡിയയും ഇല്ലാതെ വരേണ്ട ആളാണ്. അപ്പോൾ ഒരു രൂപവും ഇല്ലെന്ന് പറയത്തില്ല, ഒരു കാര്യത്തിനും ഒരു രൂപവുമില്ല എന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ബ്ലൂ പ്രിൻ്റ് കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. കർത്താവിൻ്റെ കയ്യിൽ രൂപമുണ്ട്, നമുക്കതിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. കർത്താവിൻ്റെ കയ്യിൽ എല്ലാ കാര്യങ്ങൾക്കും രൂപങ്ങളുണ്ട്. നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ കുറച്ച് സീരിയസ് ആയണോ എന്ന് പറഞ്ഞതിൻ്റെ കാരണം, പരിശുദ്ധാത്മാവിന് ഇതിൻ്റെ നൂഹവിനെ കുറിച്ചൊക്കെ ഭയങ്കര വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നിലനിൽക്കാനും പരിശുദ്ധാത്മാവിനെ നിലനിർത്താനും പലർക്കും ഒരു പരാജയപ്പെട്ടു പോകുന്നുണ്ട് ആൾക്കാർ. പരിശുദ്ധാത്മാവിനെ നിലനിൽക്കാൻ ഇപ്പോൾ കർത്താവ് പറയത്തില്ലേ, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഇരിക്കണം. രാവിലെ അതിപ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനം കേൾക്കുന്നതാണ്. ഈ ഒറ്റ കേൾവി കൊണ്ട് തന്നെ ചിലപ്പോൾ ജീവിതം രക്ഷപ്പെട്ടു പോകും. സന്തോഷത്തോടെ ഇരിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 15:7. യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഇന്ന കാര്യമൊന്നല്ല, ദൈവത്തിന് എന്ത് തരണമെങ്കിലും സന്തോഷമേ ഉള്ളൂ. അതാണ് ഇഷ്ടമുള്ള ചോദിക്കാൻ പറയണത്. പക്ഷെ എന്താണ് പ്രശ്നം? നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കണം. പിന്നെന്താണ്? എൻ്റെ സ്നേഹത്തിൽ അവിടെയാണ് ഒരു പ്രശ്നം. നിലനിൽപ്പാണ് ഒരു പ്രോബ്ലം. ഇപ്പം അശ്വതി അമ്മ പറഞ്ഞ പോലെ തന്നെ ഇപ്പം അവിടുന്ന് കിട്ടിയ നോട്ടനുസരിച്ച് ഇവൾ ഉടമ്പടിയിൽ എനിക്കൊരു വിദേശ ജോലി വേണമെന്ന് എഴുതി വെച്ച്. അവൾക്കറിയത്തില്ലായിരുന്നു പോകാൻ പറ്റുമെന്ന് ഒരു ഐഡിയ ഇല്ല അതിനെക്കുറിച്ച്. ആരെ സഹായിക്കും, ആരോട് പറയാം, അങ്ങനെ ഒരു ഐഡിയ ഇല്ല. പക്ഷേ കൗണ്ടറിൽ നിന്ന് കിട്ടിയപ്പോൾ അവർക്കത് ദൈവം സംസാരിച്ച പോലെ തോന്നിയതുകൊണ്ട് അവർ എഴുതി വെച്ച് എനിക്ക് വിദേശത്ത് പോകണം എന്ന് എഴുതി വെച്ച് അവസാനം ഇവർ ഒരു ഏജൻസിക്ക് പൈസ കൊടുത്തു. അയാൾ ആ പൈസയും കൊണ്ടുപോയി. ഈ ഏജൻസി ക്ലോസ് ആയിപ്പോയി, അടച്ചു പൂട്ടി. അപ്പോൾ പിന്നെ അച്ഛനെ കാണേണ്ട ഒരു വിഷയം വന്നു. ഏജൻസി കാശും കൊണ്ട് പോയില്ല. പിന്നെ അതിന് ഉള്ള കാശും കൊണ്ട് ഏജൻസി പോയി. ആ ഏജൻസി അവരുടെ ഓഫീസും അടച്ച്. അപ്പം അത് നേരെ എതിരുകിട വന്ന ആ വിഷയം. അപ്പോൾ പിന്നെ ഇങ്ങനെ പോണ പരിപാടികളെല്ലാം നിർത്തി. ഇനി പോവുകയും വരികയും ചെയ്യേണ്ട ആവശ്യമില്ല, നാട്ടിൽ നിന്ന് എന്തെങ്കിലും തേടി തിന്നാൽ മതി എന്നുള്ള രീതിയിലേക്ക് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് ഈ പോയ കാശില്ലേ, ഏജൻസി അടിച്ചു മാറ്റിയ കാശ് ഏജൻസി മുങ്ങിയില്ലേ, ആ കാശ് വീണ്ടെടുക്കാൻ വേണ്ടി ഇവളെ അച്ഛനെ കാണാൻ വേണ്ടി വരും. ആൾക്കാർ വരും. അപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലല്ല. അങ്ങനെ എന്തുമാത്രം ആൾക്കാർ വരുന്നു. ചിലരോട് ഈശോ അപ്പം തന്നെ സംസാരിക്കും, ചിലരോട് എന്നിലൂടെ സംസാരിക്കത്തില്ല, പോകുന്ന വഴിക്ക് സംസാരിക്കും. അങ്ങനെ വ്യത്യസ്തമായ എന്തെങ്കിലും. പക്ഷെ എന്തെങ്കിലും നടന്നിരിക്കും ആ വിഷയത്തിൽ, ഒന്നും നടക്കാതില്ല. പിന്നെ ഉടമ്പടി എടുക്കാതെ മറ്റുള്ളവരെ കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് വരുന്നവരും മറ്റുള്ളവരെ കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് ചൊളിവിൽ അച്ഛനെ കാണാമെന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങൾ അതിനകത്ത് ഒത്തിരി ഒന്നും പ്രതീക്ഷിക്കരുത്. രോഗികളെ മാത്രമേ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ.
രോഗികൾക്ക് ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നിങ്ങൾ രോഗികളല്ലാത്തവർ എൻ്റെ ഭാര്യ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് വരരുത്. ദാറ്റ്സ് നോൺസെൻസ്. രോഗികളെ കൊണ്ട് ഞാൻ കാണുന്നതിൻ്റെ കാര്യം അവർക്ക് എടുക്കാൻ ആവതില്ല, അതുകൊണ്ടാണ് പറ്റത്തില്ല. അപ്പോൾ അവർ വൈഫ് എടുത്താലും ഹസ്ബൻഡ് എടുത്താലും ഇപ്പോൾ അമ്മയാണ് എടുത്തിരിക്കുന്നത് മകന് വേണ്ടി. മകൻ രോഗിയാണ്, കിടപ്പ് രോഗിയായിരിക്കണം കേട്ടോ, അല്ലാതെ കർത്താവിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന രോഗമല്ല. ചിലർക്ക് കർത്താവിനെ കാണുമ്പോൾ രോഗം ഉണ്ടാവും. അവരിതുപോലെയുള്ള ആധ്യാത്മിക ജീവിതത്തിലേക്കൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. പിന്നെ അച്ഛനെ വേണ്ട തലയെ കൈപ്പിടിച്ചു പിടിപ്പിക്കാൻ വേണ്ടി അമ്മയുടെ ഉടമ്പടിയും കൊണ്ടുവരും. അങ്ങനെയൊക്കെ ആൾക്കാരെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം ഈ ഫ്രോഡ് ആൾക്കാരെ കാണുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയും അവൻ്റെ കാര്യം ക്ലോസ് ചെയ്യാൻ പറയും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പിന്നെ കിടന്ന് അലറുകയൊന്നുമില്ല, പക്ഷെ സംഭവം ക്ലോസ് ആയിരിക്കും. കാര്യം ദൈവത്തെ അവനെ അംഗീകരിക്കുന്നത് പോരായ്മയായിട്ട് ദൈവത്തെ അമ്മ വഴിട്ട് അമ്മയുടെ ആ ഒരു യോഗ്യതയിൽ ദൈവത്തെ ടെസ്റ്റ് ചെയ്യണം അവൻ ചെയ്യണത്. അല്ലെങ്കിൽ അവന് വിശുദ്ധമായ സ്ഥലം, ജനലക്ഷങ്ങൾ രക്ഷപ്പെട്ട സ്ഥലമല്ലേ, അവിടെ വരുമ്പോൾ അവൻ ദൈവത്തിൻ്റെ ആളാണെങ്കിൽ ദൈവം തന്നെ അവനോട് പറയും നീ ഉടമ്പടി എടുത്തിട്ട് എൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് വരാൻ പറയും. ഒരുപാട് അന്വേഷിച്ച് നടന്നു, പക്ഷേ എങ്കിലും ഒന്നും ശരിയായില്ല. അതിൻ്റെ പേരിൽ ചാച്ചനും അമ്മയും ഞങ്ങൾ 3 സഹോദരിമാരും കുടുംബത്തിൽ എല്ലാവരും ഒത്തിരി വിഷമത്തിലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഞങ്ങൾ 2023 ജനുവരി 17 ഉടമ്പടി എടുത്തു. ആദ്യത്തെ നിയോഗം സഹോദരൻ്റെ വിവാഹമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2 മാസത്തിന് ശേഷം മാർച്ച് 19 അതും ഒരു നോമ്പുകാലമായിരുന്നു. നോമ്പുകാലമായിട്ടും ചാച്ചന് അന്ന് കുറച്ച് സീരിയസ് ആയിരുന്നു. അസുഖങ്ങൾ, ക്രിയാറ്റിൻ ലെവൽ കൂടി, ഹാർട്ട് പ്രോബ്ലം, അതിൻ്റെ കൂടെ കൊറോണ അറ്റാക്ക്, ഇങ്ങനെ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് വന്നു. ഡോക്ടേഴ്സ് കുറച്ച് സീരിയസ് കണ്ടീഷനാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് മകൻ്റെ വിവാഹം നടന്നു കാണണമെന്നുള്ളത് ചാച്ചൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ബിഷപ്പിനോട് പള്ളിയിൽ ചെന്ന് ഫാദറിനോട് പറഞ്ഞപ്പോൾ ഫാദർ പറഞ്ഞു നോമ്പുകാലമാണല്ലോ, ഇപ്പോൾ എങ്ങനെ കല്യാണം നടത്തും? എന്നാലും ചാച്ചൻ്റെ ഒരു അപ്പൻ്റെയും അമ്മയുടെയും ആഗ്രഹമല്ലേ മകൻ്റെ വിവാഹം നടന്ന് കാണണമെന്നുള്ളത്. മകന് 45 വയസ്സായി. എൻ്റെ സഹോദരൻ്റെ 45 വയസ്സായിരുന്നു. 30 വയസ്സിന് മുതൽ അന്വേഷിക്കുന്നതായിരുന്നു. 45 വയസ്സായി. അപ്പോൾ അപ്പൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹമല്ലേ മകൻ്റെ വിവാഹം നടന്ന് കാണണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ബിഷപ്പിൻ്റെ ഓർഡർ വാങ്ങി മാർച്ച് മാസം 19 തന്നെ, അത് നോമ്പുകാലമായിട്ട് കൂടി പള്ളിയിലെ ഫാദർ പറഞ്ഞു അധികം ആഘോഷങ്ങളോ പരിപാടികളോ ഒന്നും പാടില്ല, അധികം ആൾക്കാരും പാടില്ല, ലളിതമായ രീതിയിൽ പള്ളിയിൽ വെച്ച് വിവാഹം നടത്താമെന്ന്. അങ്ങനെ ബിഷപ്പിൻ്റെ ഓർഡർ കിട്ടി. നോമ്പുകാലത്ത് പെട്ടെന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടരുത്, 5 പേർ മാത്രമേ ആകാവുള്ളൂ എന്ന് പറഞ്ഞു. എങ്കിലും വിളിച്ചു വന്നപ്പോൾ ബൈജു എന്നാണ് എൻ്റെ സഹോദരൻ്റെ പേര്. ബൈജുവിൻ്റെ വിവാഹം എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും അതൊരു അതിശയമായിരുന്നു. എങ്ങനെ ഇത്രയും പെട്ടെന്ന് വിവാഹം, പെൺകുട്ടി എവിടെയാണ്, എങ്ങനെ നിങ്ങൾക്ക് സാധിച്ചു? എല്ലാവരും ഫോൺ വിളിച്ച് ചോദിക്കുവാൻ തുടങ്ങി. തലേന്നാണ് ഞങ്ങൾക്ക് ബിഷപ്പിൻ്റെ ഓർഡർ കിട്ടുന്നത്. അങ്ങനെ പെട്ടെന്ന് വീട്ടുകാർ, ബന്ധുക്കളെ എല്ലാവരെയും വിളിച്ചറിയിച്ചു നാളെ ബൈജുവിൻ്റെ വിവാഹമാണ്. പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്കിത് സാധിച്ചത്. അതുകൊണ്ട് എല്ലാവരും നാളെ വരണമെന്ന്. അങ്ങനെ 5 പേരെന്ന് പറഞ്ഞെടുത്ത് 60 പേരെ വെച്ച് പള്ളിയിൽ വെച്ച് വിവാഹം നടത്തി. പള്ളിയിൽ വെച്ച് തന്നെ ലളിതമായ രീതിയിൽ അച്ഛൻ പറഞ്ഞു നോമ്പുകാലമായതുകൊണ്ട് നോൺ വെജ് അങ്ങനെ ഇങ്ങനെയുള്ള ആഘോഷങ്ങളോ പരിപാടികളോ ഒന്നും പാടില്ല, ലളിതമായ രീതിയിൽ പച്ചക്കറി ഐറ്റംസ് വെച്ച് മാത്രം ഒരു ലളിതമായ ഒരു ഭക്ഷണം കൊടുത്ത് എല്ലാവരെയും അയക്കണമെന്ന്. അങ്ങനെ പള്ളിയിൽ വെച്ച് തന്നെ ലളിതമായ രീതിയിൽ ഒരു നല്ല രീതിയിൽ ആ വിവാഹം നടന്നു. അത് വലിയൊരു അത്ഭുതമായിരുന്നു. കേട്ടവർക്ക് എല്ലാവരും പറഞ്ഞു നിങ്ങൾ പോകണം, എന്തായാലും നിങ്ങൾ പോയി സാക്ഷ്യം പറയണം. ഞങ്ങൾക്കും ചെറിയൊരു ചമ്മലക്കയായിരുന്നു വന്ന് സാക്ഷ്യം പറയുവാനും. സ്റ്റേജിൽ ആദ്യമായിട്ട് കയറുകയാണ്, അതിൻ്റെ ഒരു ചമ്മലക്കയുണ്ട്. അപ്പോൾ എല്ലാവരും വിളിച്ചിട്ടും പള്ളിയിലുള്ളവർക്ക് എല്ലാവർക്കും കേട്ട് അതൊരു ഞെട്ടലായിരുന്നു. ബൈജുവിൻ്റെ വിവാഹം എത്ര പെട്ടെന്ന് എങ്ങനെ നടന്നു? നിങ്ങൾ കൃപാസനത്തിൽ അമ്മയുടെ ഒരു അത്ഭുതം തന്നെയല്ലേ ഇത്? അത് എന്തായാലും പോയി സാക്ഷ്യം പറയണം. കേട്ടവർ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു. ഈ ഞങ്ങളെ പറഞ്ഞു വിട്ട ചേച്ചിയും വിളിച്ചു പറഞ്ഞു. ഒരുപാട് പ്രാവശ്യം ഞങ്ങളെ ഫോൺ ചെയ്ത് പറഞ്ഞു നിങ്ങൾ പോകണം, എന്തായാലും കൃപാസനത്തിൽ പോകണം, അമ്മയോട് ഇതിന് പോയി നന്ദി പറയണം.
അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. സഹോദരൻ്റെ വിവാഹം നടന്നു. അതെല്ലാവർക്കും ഒരു വളരെ അത്രയ്ക്കും സന്തോഷകരമുള്ള ഒരു കാര്യമായിരുന്നു. നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടുകയും വിവാഹം നടക്കുകയും അവളിപ്പോൾ വീട്ടിൽ നല്ല സന്തോഷമായി അവർ രണ്ടുപേരും ജീവിക്കുന്നു. പിന്നെ എൻ്റെ മോളുടെ വിവാഹം എന്ന് പറഞ്ഞാൽ അവൾക്ക് 27 വയസ്സായി. അവൾക്ക് ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു നീട്ടി വെച്ചുകൊണ്ടേയിരുന്നു. അവളുടെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞു. അതും നല്ല രീതിയിൽ നല്ലൊരു ജീവിത പങ്കാളിയെ കാണിച്ചു തരികയും അമ്മ മാതാവ് ഭംഗിയായി ഈ ജനുവരി 6-ാം തീയതി നല്ല ഭംഗിയായി തന്നെ വിവാഹം നടത്തി തന്നു. അവളും സന്തോഷമായി ജീവിക്കുന്നു. പിന്നെ എൻ്റെ സഹോദരിക്ക് ഒരു ഭവനം വേണമെന്നുള്ളത് എൻ്റെ ഒരു നിയോഗമായിരുന്നു. അതും ഈ ജനുവരി 12-ാം തീയതി ഞങ്ങൾക്ക് അത്രയും വർഷം അവർ 5 വർഷമായിട്ട് വാടക വീട്ടിലായിരുന്നു. അതുകൊണ്ട് സ്വന്തമായിട്ടൊരു ഭവനം വേണമെന്നുള്ളത് അവരുടെ ആഗ്രഹമായിരുന്നു. ഞാൻ കഴിഞ്ഞ ജനുവരി 17-ന് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എന്നോട് സഹോദരി പറഞ്ഞു, സഹോദരിയുടെ പേര് ബിന്ദു എന്നാണ്. ബിന്ദു പറഞ്ഞു, എനിക്കും ഒരു വീട് വേണമെന്നുള്ളത് നീ ഒരു നിയോഗത്തിൽ വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് വെച്ചു. അതും ഈ ജനുവരി 12-ാം തീയതി സ്വന്തമായിട്ടൊരു ഭവനം കിട്ടി. നല്ലൊരു ഭവനം തന്നെ കിട്ടി. അതും സന്തോഷകരമായി നടന്നു. ആ ഒരു നിയോഗം അമ്മ മാതാവ് ഞങ്ങൾക്ക് നടത്തി തന്നു. പിന്നെ സഹോദരിയുടെ മകൻ UK പോയി. അവനും അവിടെ വിദ്യാഭ്യാസം എല്ലാം അവൻ്റെ കൂടെ പോയ ഫ്രണ്ട്സ് എല്ലാവരും ഫെയിലായി. അതും ഒരു നിയോഗത്തിൽ ഞാൻ വെച്ചിരുന്നു. അവൻ്റെ എഡ്യൂക്കേഷൻ, അവൻ്റെ ജോലി എല്ലാം നല്ല ഭംഗിയായി അമ്മ മാതാവ് നടത്തി തരണമെന്നത്. അതും നല്ല ഭംഗിയായി തന്നെ അവൻ എഡ്യൂക്കേഷന് നല്ല ഉയർന്ന മാർക്കോടുകൂടി പാസ്സാവുകയും അവന് നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു. അതും നിയോഗത്തിലെ ഒരു കാര്യമായിരുന്നു. പിന്നെ എൻ്റെ അമ്മയ്ക്ക് കഴിഞ്ഞ ആഗസ്റ്റിൽ ഉടമ്പടിക്ക് ശേഷമായിരുന്നു പെട്ടെന്ന് ഒരു കുഴപ്പമില്ലാതെ അമ്മ വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് നടന്നിരുന്ന എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു രാത്രിയിൽ സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് വന്നതിന് ശേഷം അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ഡോക്ടർ പറഞ്ഞു 24 hours കഴിയാതെ ഒന്നും പറയാൻ കഴിയില്ല. തലയിൽ സ്ട്രോക്ക് എത്രത്തോളം സ്പ്രെഡായിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. CT സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം അമ്മയെ അവിടെ നിന്നും മംഗലാപുരത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടുന്ന് ഞങ്ങൾ ആംബുലൻസിൽ കയറ്റുമ്പോഴും അമ്മ കോമ സ്റ്റേജിലായിരുന്നു. അമ്മ കണ്ണു തുറക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഡോക്ടർ പറഞ്ഞു ക്രിട്ടിക്കൽ സ്റ്റേജാണോ, ഒന്നും പറയാൻ പറ്റില്ല, 24 hours ശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്നത്. ആംബുലൻസിൽ അമ്മയെ കയറ്റിയിട്ടും അമ്മ കണ്ണു തുറക്കുകയോ അമ്മ അനങ്ങുകയോ കൈ അനക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഈ സഹോദരി ആംബുലൻസിൽ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങ് കർണാടകയിലാണ്. ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു, അമ്മയെ ആംബുലൻസിൽ കയറ്റിയിട്ടും അമ്മയ്ക്ക് ഒരു മാറ്റവുമില്ല, അമ്മ അറിഞ്ഞു പോലുമില്ല, അമ്മ കണ്ണ് തുറന്നിട്ടില്ല, സംസാരിക്കുന്നില്ല, ഒന്നുമില്ല എന്നും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. അത് കേട്ടതും ഞങ്ങൾക്കും ഒത്തിരി വിഷമമായി. ഞങ്ങളും കരഞ്ഞുപോയി, പൊട്ടിക്കരഞ്ഞു. ഞാൻ വീട്ടിലിരുന്ന് മുട്ടുകുത്തി പ്രത്യക്ഷീകരണ പ്രാർത്ഥന കണ്ണീരൊഴുക്കിയും എന്നെക്കൊണ്ട് എത്രത്തോളം പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചത് മംഗലാപുരം അമ്മ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പേ അമ്മ കണ്ണ് തുറന്ന് സംസാരിക്കണമെന്നായിരുന്നു. അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ ഒരു സുഗന്ധം എൻ്റെ അടുക്കൽ വന്നു. എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ നോക്കി സ്മെല്ല് എന്തെങ്കിലും എന്നെ ഇല്ല. എൻ്റെ ഹസ്ബൻഡ് അടുത്ത് വന്നിരുന്നു. ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു, എന്തെങ്കിലും പെർഫ്യൂം അടിച്ചിട്ടുണ്ടോ, എന്താ ഈ സ്മെല്ലെന്ന്. ഇല്ല, ഒന്നുമില്ല. പിന്നെ എന്താ ഒരു സുഗന്ധം വരുന്നുണ്ടല്ലോ, എന്താ അതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അത് മാതാവ് അടുത്ത് വന്നതായിരിക്കും, നീ പ്രാർത്ഥിച്ചിരിക്കുകയല്ലായിരുന്നു ഇത്രയും നേരം അമ്മയ്ക്ക് വേണ്ടി, അതുകൊണ്ട് മാതാവ് അടുത്ത് വന്നതായിരിക്കും, മാതാവിൻ്റെ സൗഖ്യം കൊണ്ടായിരിക്കും ആ സുഗന്ധം വന്നതെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഈ സഹോദരി അമ്മയുടെ കൂടെ ആംബുലൻസിലുണ്ടായിരുന്നില്ല. അവർ മംഗലാപുരം എത്തുന്നതിന് മുമ്പ് തന്നെ അമ്മ കണ്ണ് തുറക്കുകയും അമ്മ സംസാരിക്കുകയും ചെയ്തു. അമ്മ ചിരിച്ചുകൊണ്ടാണ് ആംബുലൻസിൽ നിന്നും ഇറങ്ങി വന്നത്. ഇങ്ങനെ ഞങ്ങൾക്ക് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. ഇനിയും ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. കൃപാസനം, അങ്ങനെ ഞങ്ങൾ കൃപാസന പത്രം വാങ്ങി അത് പള്ളിയിൽ
എല്ലാവർക്കും ഞങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. അവിടെ ഞങ്ങൾ കർണാടകയിലായതുകൊണ്ട് കർണാടക പത്രമായിരുന്നു വാങ്ങി അവിടെ കൊടുത്തിരുന്നത്. എന്നാലും അവിടെയുള്ള എല്ലാവരും ചോദിക്കുമായിരുന്നു, പന്നട പത്രമില്ലേ എന്ന്. അങ്ങനെ എല്ലാവർക്കും അവിടെ ഞങ്ങൾ ഒരുപാട് പത്രം വാങ്ങി വിതരണം ചെയ്യുകയും ചെയ്തു. പിന്നെ അവിടെയുള്ള അനാഥാലയത്തിൽ പോവുകയും അവിടെയുള്ള രോഗികളെ സന്ദർശിക്കുകയും അവർക്കുള്ള വസ്ത്രം, അരി, ഭക്ഷണ സാധനങ്ങൾ, അങ്ങനെ എല്ലാം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി അവരെ കണ്ട് സന്ദർശിച്ച് വാങ്ങിക്കൊടുക്കുകയും അവരോട് സംസാരിച്ചു. അവർക്ക് സന്തോഷമായിരുന്നു അത്. അങ്ങനെ ചെയ്യുമായിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ. പിന്നെ ഞങ്ങൾ